കാരണം ഓൻ്റെ തലൻ്റെ ബാക്കിലുള്ള നല്ല ചതവും ബോട്ട് നിലത്തിട്ടിട്ട് ഇങ്ങനെ ബലിച്ചിനി കുറച്ച് നല്ലോണം തലക്കിട്ടടിച്ച് നിലത്തിട്ട് വലിച്ച് നോക്കിയപ്പോൾ ആരാ അടിച്ച് എങ്ങനെയാണെന്നൊന്നും വിശദമായിട്ട് എനിക്ക് വിവരം കിട്ടിയില്ല. 17-കാരനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. അഴിയൂർ കോറൂത്ത് റോഡ് പരപ്പറമ്പത്തമേത്തിൽ KM അഭിജിത്തിനെയാണ് വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. ദിവസങ്ങൾക്ക് മുൻപ് ഒളവിലം പുഴയോരത്തെ ടെറഫിന് സമീപം ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഏൽക്കേണ്ടി വന്നിരുന്നു. ഇതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ ചോമ്പാല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മയക്കുമരുന്ന് ലോബിയുടെ ഇടപെടൽ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യമുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് മോന്താൽപാലം കള്ളുഷാപ്പിന് സമീപം ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണമുണ്ട്. ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും മനം നൊന്താണ് അഭിജിത്ത് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു. രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. അനൂപിന്റെയും വിജിഷയുടെയും മകനാണ് അഭിജിത്ത്. സഹോദരൻ അശ്വന്ത്. മോൻ 2 ദിവസം മുന്നേ പാർക്കിംഗ് പണിക്ക് പോകുന്നതാണ്. പണിക്ക് പോയി വന്ന സമയത്ത് വ്യാഴാഴ്ച എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ വ്യാഴാഴ്ച രാത്രി വരെ ഞാൻ ഫോൺ വിളിച്ചിരുന്നു. 10 മണി വരെ ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞു. പിന്നെ രാവിലെ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. രാവിലെ അവിടെ 9:30 ഇവിടെ എത്തിയപ്പോൾ ഞാൻ മോനെ ഫോണവിടെ അമ്മ എന്നെ 5-6 ആൾ കൂടി കൊണ്ടുപോയിട്ട് എന്നെ അല്ലാണ്ട് മർദ്ദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ഫോൺ ഒരു പിടിച്ച് വെച്ചാൽ ഫോൺ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ വീട്ടിൽ കിടന്ന് പിന്നെ അന്ന് രാവിലെ 9:30 ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ കിടത്തം വൈകുന്നേരം 6 മണി വരെ ഇവിടെ തന്നെ കിടന്ന് പുറത്ത് എങ്ങോട്ടും പോയില്ല. ഞാൻ വന്ന അമ്മേനോട് ചോദിച്ചു, മോനെ എവിടെ പോയെന്ന് പറഞ്ഞാൽ അമ്മ എവിടെയും പോയില്ല, ഇവിടെ തന്നെ കിടന്നുറങ്ങണം, ഭയങ്കര ക്ഷീണോ അതുകൊണ്ട് കാരണം കൊണ്ട് കിടന്നുറങ്ങുകയെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പിന്നെയും ജോലിക്ക് പോയി. പിറ്റേന്ന് ജോലിക്ക് പോയിട്ട് പിന്നെ വന്നപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് തീരെ ഒരു ഭാഗം അനക്കിക്കൂടെ, മേലും കൈ ഒന്നായിട്ട് വേരുന്നു, ഈ തലയും ഈ ഷോൾഡർ ഒന്നായിട്ട് അനക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വന്ന് ഫോണും കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്താ പറ്റിയ? ഒന്നുമില്ല അമ്മ, എനിക്ക് കുറച്ച് നേരം ഉറങ്ങണമെന്ന് പറഞ്ഞ് അകത്ത് കയറി ഫോണിൽ കളിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പം വാതിൽ തുറന്ന് പുറത്ത് വന്ന് കുറച്ച് നേരം എന്നോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞ് പിന്നെയും വാതിലടച്ച് കയറി കിടന്ന സമയത്താണ് ഞാൻ വാതിൽ മുട്ടിയത്. വാതിൽ മുട്ടി തുറക്കുന്നില്ല. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജനലിൻ്റെ മേലെ കൂടി മോള് നോക്കിയപ്പോൾ ഇങ്ങനെ തൂങ്ങിയ നിലയാണ് കാണുന്നത്. അങ്ങനെ വാതിൽ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ഈ രംഗ കാണുന്നത്. ഇതിനൊരു തല ഭയങ്കര വേദനയുണ്ട്. അങ്ങനെയാണ് പറഞ്ഞ എന്നോട്. ശരിക്കുള്ള എല്ലാ ഇതും എനിക്ക് കിട്ടില്ല. ആരാ അടിച്ച ഏതേട്ടന്മാരൊന്നും എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് നല്ലോണം തലക്കിട്ടടിച്ച് നിലത്തിട്ട് വലിച്ച് നോക്കിയപ്പോൾ ആരാ അടിച്ച് എങ്ങനെയാണെന്നൊന്നും വിശദമായിട്ട് എനിക്ക് വിവരം കിട്ടിയില്ല. ഞാൻ വിചാരിച്ച് അത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ കളിച്ച് എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ ഞാൻ അതിന് ശരിക്കുള്ള ഇതൊന്നും തരാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നുള്ള എനിക്കതൊന്നും ഇത് കിട്ടിയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ഇവന് വണ്ടി കൊടുത്തിട്ട് ഒരു പീടിയെ പോയി കഴിഞ്ഞു. നമുക്ക് ലേസ് അതും ഇതെല്ലാം വാങ്ങാൻ പോയതേനു. അന്നേരമാണ് ഇവർ വരുന്നത് കാറിൽ. ഇവർ 6 ആൾക്കാരുണ്ടേനു. 6 ആൾക്കാർ വന്നിട്ട് ഇവൻ്റോട് ചോദിച്ച് വണ്ടി കയറാന്ന് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞേ. അന്നേരം ഇവൻ പറഞ്ഞു, വണ്ടി കയറുള്ളൂ, ഞാൻ എന്തിനാണ് നിങ്ങളൊപ്പം കയറുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഒരു പറഞ്ഞ് ഇനി വണ്ടി കയറാൻ കയറാൻ വഴി എന്നെല്ലാം പറഞ്ഞിട്ട് ഓരിങ്ങോട്ട് നല്ല റോങ് ആയിട്ടാണ് സംസാരിച്ചത്. അന്നേരം ഇവ ലേസ് വാങ്ങാൻ കയറിയ ടൈമിൽ ഒരു ചാവി കൊടുത്തിട്ട് ഒരങ്ങ് പോയിൻ്റെ സൈഡിലേക്ക് പോയി മോന്താന്ന്. അന്നേരം ഇവൻ്റെ ഏട്ടന്മാരെല്ലാം വിളിച്ച് ഏട്ടന്മാരെല്ലാം വന്ന് ഇവൻ്റെ ഒരു ഏട്ടനുണ്ട് ഇവിടെ ഉള്ള നിയാസ് എന്ന പേര്. ഓർ വന്നിട്ട് ചാവി വാങ്ങി എല്ലാ പ്രശ്നമെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം നമ്മളെ തന്നെ കൂട്ടത്തിലെ 2 ചങ്ങായിമാരെ കൊണ്ട് ഇവനെ വിളിപ്പിച്ചിട്ട് ഇവൻ്റെ ചങ്ങായിൻ്റെ അടുത്തുള്ള ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു ഇവൻ്റെ അടുത്ത്. അന്നേരം ഇവനെ വിളിപ്പിച്ചിട്ട് ആ എയർപോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അതേപോലെ റോട്ടുമലി കീന് വന്ന ടൈമിൽ കാണുന്ന ഒരു മുന്നിലൊരു കാറാണ്, കാറാണ് ബലേനോ ആണ് കാറ്. പിന്നെ ഒരു കാർ കണ്ടേര് ഇവരെന്താക്കി ഇവൻ കാറിലേക്ക് കയറി, ഇവനോട് കയറാൻ പറഞ്ഞു കാറിൽ. അങ്ങനെ ഇവൻ കാറിലേക്ക് കയറലും ഇവനെ മോന്താലേക്ക് കൊണ്ടുപോയാലും പിന്നെ ഇവനെ കൊണ്ട് സ്പീക്കറിൽ ഇടിപ്പിച്ചിട്ട് എന്നെ വിളിച്ച്, മോന്താന്ന് നീ കളി കാണാൻ വരുന്നില്ല വീട്ടിൽ? ഓൻ്റെ കളി കാണല്, വേൾഡ് കപ്പ് കളിയെല്ലാം ഓൻ്റെ കാണല്, കളി കാണാൻ വരുന്നില്ല എന്നെല്ലാം ചോദിച്ചിട്ട് എന്നെ വിളിച്ച്. ഞാൻ അതേപോലെ തന്നെ ഇവൻ്റെ അവിടെ പൂണ്ടിയിട്ട് ഞാൻ പുറത്ത് കഴിഞ്ഞാലാണ് ഓരോ കൂട്ടത്തിൽ ഒരുത്തനി ബൈക്കും കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടിയുമ്പോൾ കയറി ഒരു സംഭവം കാണിച്ചു തരാനെല്ലാം എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആടുന്നവർക്ക് അടിക്കാൻ സ്ഥലം കിട്ടിയില്ല. നമ്മളെ മേത്ത് കൈവെക്കണം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അടിക്കാൻ സ്ഥലം കിട്ടാതെ സ്ഥിതിക്ക് ഒരു മോന്താൽ ബോട്ട് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോകാനായിരുന്നു പ്ലാന്.
അപ്പോൾ അവിടെ ഓരോ കൂട്ടത്തിൽ ഒരുത്തം വിളിച്ചു പറഞ്ഞ് അവിടെ പോലീസ് ഉണ്ട് അങ്ങോട്ട് പോകണ്ടാന്ന്. എന്നിട്ട് നമ്മൾ കാർ തിരിച്ചിട്ട് ഇപ്പോഴത്തെ സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേരോ, ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയാരോ. ഇവനിക്ക് നാളെ കോളേജ് തുറക്കുന്ന, ഇവൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് ഡേയാണ്. അപ്പോൾ കോളേജ് തുറക്കുന്നതുകൊണ്ട് ഇവൻ്റെ അച്ഛൻ കണ്ട്, അച്ഛൻ ഈ സൈഡിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കണ്ടുകൊണ്ട് അച്ഛൻ ഇവനോട് ചോദിച്ച് ഇന്നേടെ പോകുന്നത് എന്തെന്ന കാര്യം എന്നെല്ലാം ചോദിച്ച് അതിൽ ഓരോ കൂട്ടത്തിൽ ഒരുത്തം പറയുന്നുണ്ട് ഇവനോട്. അച്ഛൻ ചോദിച്ചു ഞാൻ ടർഫിൽ കളിക്ക് പോകുന്നതാ, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞാൽ മതി. അന്നേരം ഇവൻ്റെ അച്ഛൻ പറഞ്ഞ് ടർഫിലൊന്നും പോകണ്ട, ഇന്ന് നാളെ കോളേജ് തുറക്കുന്നെല്ലാം എല്ലാം പറഞ്ഞിട്ട് ഇവന് അച്ഛൻ്റെ ഒപ്പം കയറിയിട്ടങ്ങ് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞ് നാളെ ഈ കൂട്ടത്തിലുള്ള 5 ആൾക്കാരും നാളെ 11:30 ബോട്ട് ഹൗസിലെത്തണോ, അല്ലെങ്കിൽ വിഷയം വേറെ ആയിരിക്കും എന്നെല്ലാം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അന്നേരം ഞാൻ ഈ പിള്ളേരെല്ലാവരോടും പറഞ്ഞ് ഓരല്ലോ 11:30 അവിടെ എത്താനുള്ള പ്ലാൻ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ 11:30 പോയി. 11:30 പോയാലോ അബീത്തില്ലേ, അബീത്ത് വന്നിക്കില്ല. ഓന് 24 hours ഡ്യൂട്ടി അവനിക്ക്. അപ്പോൾ ഓൻ വന്നിക്കില്ല, ഓന് വരാൻ പറ്റൂല. കാരണം ഒരാളെങ്കിലും അവിടെ വേണോ, ഓനും ഇവനും അവിടെ പണിയെടുക്കുന്നതാണ്. അപ്പോൾ ഒരാളെങ്കിലും അവിടെ എന്തായാലും വേണോ. അതുകൊണ്ട് ഇവർ പറയുന്നത് അബീത്ത് ഇല്ലാണ്ട് എന്തായാലും ഒന്നും തുടങ്ങൂല, അബീത്ത് എന്തായാലും നിർബന്ധമായിട്ട് അബീത്തിനെ കൂട്ടാൻ പോയി. അബീത്തിനെ കൂട്ടിക്കൊണ്ടാന്നതിന് ശേഷം നിങ്ങൾ നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ല, നിങ്ങൾ നമ്മളെ കാണുന്നവരോ ചെറുതായിട്ട് കാണുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ക്രൂരമായിട്ട് അടിച്ചിക്ക്. അബീത്തിനെല്ലാം നല്ലോണം അടിച്ചിക്ക്. പിന്നെ ഇവനെ പുഴയിലിടാൻ നോക്കിക്ക്. അങ്ങനെയെല്ലാം കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തോന്നുന്നത് അബീത്ത് മരിക്കാനുള്ള കാരണം ഇതെല്ലാം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം അവൻ്റെ തലേൻ്റെ ബാക്കിലെല്ലാം നല്ല ചതവും ബോട്ട് ഹൗസിൻ്റെ നിലത്തിട്ടിട്ട് ഇങ്ങനെ വലിച്ചിനി താഴെട്ടിട്ട് ഇങ്ങനെ വലിച്ച് കാലുപിടിച്ച് വലിച്ച് അങ്ങനെ അവൻ്റെ തല പടിനോട് അടിച്ചു പോയിട്ട് 3 പ്രാവശ്യമായിട്ടോ അടിച്ചു പോയി. അങ്ങനെ നിലത്തിട്ടിട്ട് ഇതാക്കിയെല്ലാം ചെയ്തിട്ട് നമുക്ക് തോന്നുന്നത് തന്നെയാണ് മരിക്കാനുള്ള കാരണം അത് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അടിച്ച കൂട്ടത്തിൽ 6 ആൾക്കാരാണ് ഉള്ളത്. 6 ആൾക്കാർ, ഒന്ന് അയ്യൂരുള്ളവൻ്റെ പേര് മിസ്സബ് എന്ന, പിന്നെ ഒന്ന് ഒളവിലോ അവൻ്റെ പേര് റിസ്വാൻ, പിന്നെ 4 ആൾക്കാർ ഇവിടെ ഉള്ളത് തന്നെ, കണ്ണന്, നസീഫ്, ഷാമിൽ, പിന്നെ ഷഹബാസ്. ഇവർ 6 ആൾക്കാരാണ് മെയിനായിട്ട് അടിച്ചത്. നല്ല ക്രൂരമായിട്ട് തന്നെ ആക്രമിച്ചിക്ക്. കാരണം അല്ലാണ്ട് ഒരിക്കലും ബാക്കിലും എല്ലാ സൈഡും ചതവൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇവനെ പുഴയിലിടാനല്ലോ നോക്കിക്ക് ഭയങ്കര ഇതാക്കിയിട്ട് തന്നെയാണ് ഒരു നമ്മളെ കണ്ടത്. അവരെല്ലാവരും മദ്യവെച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് നമുക്ക് തോന്നുന്നത്.